ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കാം, അതുപോലെ നമ്മുടെ കമ്മീഷനിങ് ചാർജസിൻ്റെ ഒരു പ്രൈസ് താരിഫ് തീരുമാനിക്കാം, അതുപോലെ തന്നെ നമ്മുടെ സർവീസും ഡെലിവറബിൾസും നമുക്ക് തീരുമാനിക്കാമെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന കാര്യം തന്നെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ പേടിക്കൊന്നും വേണ്ട, എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കരുത്. പ്രൊഫൈൽ ബിൽഡിങ്ങിൻ്റെ കാര്യം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഇതുപോലെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും അവെയർ ആയിരുന്നില്ല. കാരണം ഞാൻ പ്രോപ്പർട്ടി റെൻ്റലും പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റിലോട്ടൊക്കെ വന്നത് എൻ്റെ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീടാണ് അതൊരു ബിസിനസ്സായതും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നതും ഇന്ന് കുറച്ച് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെക്കുറിച്ചും റെൻ്റ് ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും മാത്രമായിരുന്നു നമ്മുടെ ബിസിനസ് പഠിക്കുക, ബിസിനസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ പ്രൊഫൈലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ആളുകളിലേക്ക് കുറച്ചും കൂടി എത്തിക്കും. അല്ലെങ്കിൽ നാളെ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലെല്ലാം കയറി നമ്മളെ സർവീസിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ നോക്കും എന്നുള്ളൊരു തിരിച്ചറിവ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ കോഴ്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്നത്. പല ആൾക്കാരും ചിലപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ കോഴ്സിലേക്ക് കുറേ IT ഫീൽഡിലുള്ള ആൾക്കാർ ഏർലി ബേർഡായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അറിയാം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു 7 പാരാമീറ്റർ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിലും കൂടുതൽ നമുക്കുണ്ട്. കുറച്ചും കൂടെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കണ്ടൻറ്റുകൾ ഈ കോഴ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പുതിയ കണ്ടൻറ്റുകൾ ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ കുറിച്ച് നോക്കാം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിലൂടെ എനിക്ക് വന്നിട്ടുള്ള റെസ്പോൺസും ആൾക്കാരുടെ പല പല പ്രപ്പോസൽസും വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആരൊക്കെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരും ബിസിനസ് ഓണേഴ്സൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ആക്ച്വലി ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഓണേഴ്സൊക്കെ ഒരുവിധമെല്ലാം ലിങ്ക്ഡിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസിനെ കുറിച്ചും നിങ്ങളെ പറ്റിയും എങ്ങനെയാണ് നിങ്ങളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ് ആയിട്ടും നിങ്ങളുടെ ഐഡിയാസ് ആയിട്ടും മാർക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്താനും അത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുവിധം നല്ല ബിസിനസ് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് കിട്ടും കേട്ടോ. അത് വളരെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളൊരു വീട് റെൻറ്റിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർവീസ് എടുക്കുക എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് മോസ്റ്റ്ലി ഒരുവിധം ഒരു 80% ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ദുബായ് റിയൽറ്റേഴ്സൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണാം. അപ്പോൾ അതിലുള്ള വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ചെയ്താലേ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്നാലേ റിയൽട്ടർ ആവാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ആൾക്കാരിലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തന്നെ ആളുകൾക്കുള്ളൊരു പേടി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലാണ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സപ്പോർട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് കാലങ്ങളിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയാസൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്തിരുന്നത്? സോ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പണ്ട് കാലത്തെ ബിസിനസ് രീതികളിൽ നിന്നും ഒരു എവല്യൂഷനാണ് ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ബിസിനസ്സേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇന്നും പല വലിയ വലിയ കമ്പനീസൊന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടും സൂട്ടിട്ട് വീഡിയോ ഒന്നും ചെയ്താൽ മാത്രമല്ല, ഇപ്പോൾ ഞാൻ തന്നെ ബാക്ക് 2-3 വർഷമായിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവായി ചെയ്യാൻ തുടങ്ങിയിട്ട് 1-1.5-2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാലും നമ്മൾ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ചില വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ ലിങ്ക്ഡിനിലാണ് നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഫേസ്ബുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ സർവീസിനെ കുറിച്ചും ലിങ്ക്ഡിനിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഫേസ്ബുക്കിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പറഞ്ഞ പ്രായമായ ആൾക്കാരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പ്രായമായ ആൾക്കാരാണ് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല ഇമ്പാക്റ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ്. അടുത്തത് ഗൂഗിൾ ലിസ്റ്റിംഗ്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഓഫീസ് സ്പേസ് ഒക്കെയാണ് നിങ്ങൾ ആ
രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൂഗിൾ ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ചില സമയത്ത് നമ്മളെ ഗൂഗിളിൽ കയറി ഇതൊക്കെ ഓഫീസ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് വളരെ ഇമ്പാക്റ്റ് ഉള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ സർവീസിൻ്റെ സീരിയസ്നെസ് ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി കൂട്ടുന്നുള്ളതാണ്. അപ്പോൾ ഓഫീസ് എടുക്കാൻ അഫോർഡബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഓഫീസ് എടുക്കാൻ പ്ലാൻ ഇല്ലാത്ത അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ എന്തിനും ഓഫീസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും പേടിക്കേണ്ട. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓഫീസൊക്കെ ഇട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശരിക്കും റിയൽ എസ്റ്റേറ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പയ്യെ ആദ്യം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് കുറച്ച് സെയിലൊക്കെ ചെയ്ത് കുറച്ച് റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മാത്രം ഓഫീസ് സ്പേസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. കാരണം ഞാൻ ഇനീഷ്യലി നമുക്ക് കുറച്ച് റവന്യൂ വരുമ്പോൾ അത് ഓഫീസിന് റെൻറ്റ് കൊടുക്കാനും സ്റ്റാഫിന് സാലറി കൊടുക്കാനേ തികഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത കാര്യം, ഇത് തുടങ്ങുന്നേക്കാൾ മുമ്പ് നിങ്ങൾ സ്റ്റാഫിനെ ഒന്നും വെച്ച് ഇതൊന്നും റൺ ചെയ്യാൻ നോക്കരുത്. ആദ്യം നിങ്ങൾ സ്വയം ഇത് ചെയ്ത് ഇതിനെക്കുറിച്ചൊരു ഐഡിയയും റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെയ്ത മണ്ടത്തരങ്ങളൊക്കെയാണ് കുറച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള ഓഫീസ് റെൻ്റ് എടുക്കുന്നു, സ്റ്റാഫിനെ വെക്കുന്നു, ആ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് വളരെ വലിയ നഷ്ടവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ രീതിയിൽ തുടങ്ങിക്കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സർവീസിൻ്റെയും കാര്യങ്ങളെല്ലാം കുറിച്ച് പഠിച്ച് ഒന്ന് ചെയ്ത് ഒന്ന് അടിപൊളിയായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കെയിലബിലിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഈ പറഞ്ഞ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് നിങ്ങളുടെ കേപ്പബിലിറ്റി പോലെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് മാനേജിങ് സ്കില്ലുള്ളത് അതിന് ഡിപ്പെൻഡഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ചില ആളുകൾ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽസ് നടത്തുന്ന പല ആളുകൾക്കും ഓഫീസ് പോയിട്ട് ഈവൻ ദോ ഒരു വെബ്സൈറ്റ് ഒന്നുമില്ല, ഈവൻ ദോ ഒരു ബിസിനസ് കാർഡ് പോലും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മളെ സ്മാർട്ട്നെസ് പോലെയാണ്, നമ്മൾ ആക്ഷൻ എടുക്കുന്ന പോലെയാണ് കേട്ടോ. സോ അടുത്തത് ഗൂഗിൾ ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട്, അപ്പോൾ ഗൂഗിൾ ലിസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാനസികമായൊരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓഫീസ് സ്പേസിൽ അറ്റ്ലീസ്റ്റ് ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ഒരു ഗൂഗിൾ ലിസ്റ്റിംഗ് വെച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല, ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് മൈൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ ഓഫീസ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഓൾ ഇന്ത്യ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വെർച്വൽ ഓഫീസ് സ്പേസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസം ഒരു 1000, 1500, 2000 രൂപ വരെ പേ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് അഡ്രസ്സും അതുപോലെ തന്നെ ആര് വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ഡെസ്കിൽ ഒരാൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വെർച്വൽ ഓഫീസ് സ്പേസ് കൊച്ചിയിൽ അവൈലബിൾ ആണ്, പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. സോ അങ്ങനെ ഒരു സർവീസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു ഗൂഗിൾ ലിസ്റ്റിങ്ങും അഡ്രസ്സും കിട്ടുന്നതാണ്. സോ അടുത്തതൊരു ബിസിനസ് കാർഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബിസിനസ് കാർഡ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നാളെ ഒരു ഓണറെ അല്ലെങ്കിൽ ഒരു ടെനൻറ്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് കാർഡ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർവീസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും നല്ലൊരു പ്രൊഫഷണലിസം കൂട്ടാനും നമ്മളെക്കുറിച്ചുള്ള അവർക്കുള്ളൊരു മതിപ്പ് കൂടാനും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് വാട്സാപ്പ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് ബിസിനസ് വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒരു സർവീസ് തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ realtor.com എന്ന് പറഞ്ഞ എൻ്റെ സെൽഫ് ഡൊമൈനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പല ആൾക്കാരും ചിലപ്പോൾ പേരൊന്നിട്ട് റിയൽ എസ്റ്റേറ്റ് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഒരു കമ്പനിയായിട്ട് തുടങ്ങാനായിരിക്കും, ചില ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് പേരിൽ തുടങ്ങാനായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ എൻറ്റിറ്റിയുടെ ടൈറ്റിൽ, അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ക്ലയൻസിനോ ഓണേഴ്സിനൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടൂൾസും ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ബിസിനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിനെ കുറിച്ചും നിങ്ങളുടെ അവൈലബിൾ പ്രോപ്പർട്ടീസ് കാറ്റലോഗായിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്ലസ് ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല, ഇനീഷ്യലി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു റെഫറൻസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരു 4000 രൂപയുടെ ചിലവൊക്കെ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 ഡീലൊക്കെ ക്ലോസ് ചെയ്തു, എനിക്ക് അത്യാവശ്യം ഒരു 10,000, 60,000, 50,000 ഒക്കെ കിട്ടി എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. സോ അത് നിങ്ങൾക്ക് ഒരു 2 മാസമൊക്കെ വളരെ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ മാസത്തിൽ തന്നെ, ഇപ്പോൾ കൊച്ചി പോലൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായി ഒരു 2 വീക്ക് വർക്ക് ചെയ്ത് അടുത്ത വീക്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു സെയിൽ അടിക്കാനായിട്ട് വരും. സെയിൽ ഇൻ സെൻസ് ഒരു റെൻ്റൽ ആക്ടിവിറ്റി, ഒരു റെൻ്റൽ ക്ലോസിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ഇതെല്ലാം മനസ്സിലാക്കി വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ എന്നാൽ പോലും ഒരു മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 19,000 ഒക്കെ റവന്യൂ നിങ്ങൾ ആദ്യമായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ എന്താ ഒരു 5,000 റുപ്പീസ് തൊട്ട് 10,000 റുപ്പീസ് വരെയൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ നമുക്കുണ്ട് കേട്ടോ. നമുക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആക്കുന്നതാണ് കേട്ടോ. സോ ഞാനൊന്ന് ഗൂഗിൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
സോ ഗൂഗിളിൽ കയറി വെറുതെ റിയൽട്ടർ ഹാദി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഓഫീസ് സ്പേസസ് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിയിൽ 2 ഓഫീസ് ഉണ്ട്. രണ്ടും കാക്കനാട് 2 സൈഡിലായിട്ടാണ് കേട്ടോ. ഒന്ന് തൃക്കാക്കര ഭാഗത്താണ്, ഒന്ന് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. സോ രണ്ടും ചെറിയ ഓഫീസ് സ്പേസസുകളാണ് കേട്ടോ. നമ്മൾ 2 ലൊക്കേഷനിലായിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കാണാം, നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണാം, നമ്മുടെ വെബ്സൈറ്റ് കാണാം, സോ നമ്മുടെ യൂട്യൂബ് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജിലാണ്. കാരണം നമ്മൾ ഇനീഷ്യലി ബ്രാൻഡിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, പിന്നെയാണ് നമ്മൾ ബ്രാൻഡിങ്ങിലോട്ടൊക്കെ വന്നത് കേട്ടോ. സോ ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. സോ ചില വീഡിയോസൊക്കെ ഇങ്ങനെ അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് കണ്ടൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീഗലാൻഡ് ഹോംസിന് വേണ്ടി കണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പരസ്യങ്ങളൊക്കെ വേറെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേജിൽ ചിലതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില വീഡിയോസൊക്കെ കയറി പോകാറൊക്കെ ഉണ്ട് കേട്ടോ. ചില വീഡിയോസൊക്കെ നല്ല റീച്ചൊക്കെ കിട്ടാറുണ്ട് ചില സമയത്ത്. ഇതൊരു വീഡിയോ 1 million ഒക്കെ അടിച്ചിട്ടുണ്ട്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇതൊരു 1 million അടിച്ച വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 15 അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഒരു മാസം കൊണ്ട് വിറ്റത്. വിച്ച് മീൻസ് ഞാൻ നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെയിൽസും ഉണ്ട് കേട്ടോ, റെൻ്റൽ മാനേജ്മെൻറ്റ് മാത്രമല്ല. അടുത്തത് ഇത് എൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. ഇത് സിംഗിൾ പേജ് വെബ്സൈറ്റ് അല്ല, ഇത് വലിയൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അബൌട്ട് പേജ് ആണ്. അപ്പോൾ ഞാൻ 2018-19 റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെക്കുറിച്ച് പറയുന്നു. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ വെബ്സൈറ്റിൽ കയറി നോക്കാനായിട്ട് പറ്റും. പ്ലസ് ഇതെൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് കേട്ടോ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്കൊന്ന് വെറുതെ ചെക്ക് ചെയ്യാം. സോ എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അത്യാവശ്യം 3000 ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് പോസ്റ്റ് ലിങ്ക്ഡിനിൽ ചെയ്യാറുണ്ട്. നമ്മളെ വീഗലാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി സംസാരിക്കാറുണ്ട്. സോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പ്രപ്പോസൽസ് തരാറുണ്ട്, ക്ലയൻസിനെ കിട്ടാറുണ്ട് കേട്ടോ ലിങ്ക്ഡിനിൽ. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈസി ബ്രോക്കർ വിത്ത് റോഷൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെയാണ് കേട്ടോ. പുള്ളീനെ കാണിക്കാൻ കാരണം പുള്ളി വളരെ റീസെൻ്റായിട്ട് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. കാക്കനാടാണ് പുള്ളിയുടെ സ്ഥലം. അപ്പോൾ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. വളരെ കഷ്ടപ്പെട്ട് പുള്ളി ഡെയിലി വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പ്രോപ്പർട്ടി റെൻ്റലാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിലാണ് പുള്ളിയുടെ മാക്സിമം ഫോക്കസും കൊടുക്കുന്നത്. പുള്ളി ഡെയിലി പ്രോപ്പർട്ടി റെൻ്റലിനെ കുറിച്ച് വീഡിയോസ് ചെയ്യും. അതുപോലെ തന്നെ പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു നിഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിന് വേണ്ടി പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പുള്ളി ബാച്ചിലേഴ്സിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ പുള്ളി ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഏകദേശം ഒരു അറിവിൽ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ സുഖമായിട്ട് മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. സോ പുള്ളിനെ വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കട്ടെ. പുള്ളിയുടെ നമ്പറൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് എന്നാണ്, പുള്ളി ഇങ്ങനെ നന്നായി ചെയ്യുന്നതുകൊണ്ട് ഒരു അപ്രിസിയേഷനും കൂടിയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പയ്യനാണ്. കാരണം നമ്മൾ ചില ആളുകൾ ചില ഇൻസ്റ്റാഗ്രാം കോട്ടിലൊക്കെ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില ഗൂഗിളിലോ പല രീതിയിലുള്ള കോട്ടുകളിലൊക്കെ ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം, എപ്പോഴും ഒറ്റ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നേക്കാം. തീർച്ചയായിട്ടും നമ്മൾ കാര്യം ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യത്തിൽ വളരെ മൈക്രോ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് ആവാൻ പറ്റും കേട്ടോ. സോ ഇതൊക്കെയാണ് പ്രൊഫൈൽസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊക്കെ ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ കൂടുതൽ റെഫറൻസോ കാര്യങ്ങളൊന്നും ഞാൻ തരുന്നില്ല. കാരണം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതൊക്കെ പല ആളുകളുടെയും ഐഡിയ ആണ്. പക്ഷേ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റെഫറൻസുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക.